തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ശല്യം രൂക്ഷം. വിതുര, തെന്നൂർ, കൊബ്രാംകല്ല്, ഇലവിൻമൂട് ഭാഗത്തെ ഉന്നതികളിലാണ് ഇന്നും കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രിയിൽ ഈ സ്ഥലത്ത് ആനയെ പ്രദേശവാസികൾ കണ്ടിരുന്നു. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, വിതുരയിൽ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വനം വകുപ്പ് എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഏറെ ആശങ്കയിലാണ് വിതുരയിലെ നിവാസികൾ. വിതുര, തെന്നൂർ, കൊപ്രാംകല്ല് ഭാഗത്താണ് കഴിഞ്ഞ ദിവസവും ഭാഗത്തുള്ള ഉന്നതികളിലാണ് കഴിഞ്ഞ ദിവസവും കാട്ടാനയെ കണ്ടത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയിലാണ് പ്രദേശവാസികൾ തന്നെ. കഴിഞ്ഞ ദിവസവും ആനയെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ 7:15 ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് മുന്നിൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് കാട്ടാന നിലയുറപ്പിച്ചത് കാണുന്നത്. തുടർന്ന് പടക്കം പൊട്ടിച്ചുവെങ്കിലും ആന പോകാൻ തയ്യാറായില്ല. ഏറെ നേരം ആന തിരിച്ച് ആ ഭാഗത്ത് നിന്ന് പോകുന്നത് കാത്തിരുന്നതിന് ശേഷമാണ് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയതെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുകൂടി പരാതി ഉയരുന്നുണ്ട്. 100ഓളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. ഇവരൊക്കെ കടുത്ത ആശങ്കയിലൊപ്പം തന്നെ ഭയത്തിലുമാണ്. കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. രാവിലെയും രാത്രിയും ഒക്കെ ഇത്തരത്തിൽ കാട്ടാന വരുന്നത് അത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. നിലവിൽ വീടുകളോ അല്ലെങ്കിൽ ആളുകളെയോ ആക്രമിക്കുന്ന തരത്തിലൊന്നും ആന പെരുമാറിയില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം കൂടി ഉയരുകയാണ്. അശ്വതി.